ഹായ്. വയറും ഈ സൈഡ് ഫാറ്റും ബാക്ക് ഫാറ്റൊക്കെ വളരെ സിമ്പിളായിട്ട് എങ്ങനെ കുറയ്ക്കുക എന്നുള്ളത് അല്ല ഞാൻ പറയാൻ പോണത്. അങ്ങനെ വളരെ സിമ്പിളായിട്ട് കുറയ്ക്കുന്ന മെത്തേഡുകളൊന്നുമില്ല. നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടാൽ മാത്രമേ ഇതൊക്കെ കുറഞ്ഞു കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒത്തിരി മനസ്സ് കൊടുത്ത് നമുക്ക് വേണം എന്നും പറഞ്ഞ് നല്ല വൃത്തിക്ക് നല്ല രീതിയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. 100% കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ സൈഡ് ഫാറ്റ് വയറിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് നല്ലൊരു മൂന്ന് വർക്കൗട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കൈ ഫസ്റ്റ് ഇങ്ങനെ വയ്ക്കുക, എന്നിട്ട് കാലത് കുറച്ച് ഈ പൊസിഷനിലൊന്ന് വയ്ക്കുക, എന്നിട്ട് കൈ ഓപ്പോസിറ്റ് കാൽ ഓപ്പോസിറ്റാണ് വരലുണ്ടാവുക. ഇതേ കണക്കാണ് വരുന്നത്. അപ്പോൾ സ്ലോയിൽ ഫസ്റ്റ് ഒന്ന് കാണിച്ച് നന്നായിട്ട് മനസ്സിലാക്കി സ്ലോവിന് ചെയ്ത് നോക്കിയിട്ട് ചെയ്യുക. കാരണം ഫസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് മിക്കവാറും ഇതെടുക്കാനൊരു ബാലൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇത് നിങ്ങളൊന്ന് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. നിങ്ങൾക്ക് ആ അരക്കെട്ടിൻ്റെ ഭാഗം നല്ല രീതിയിൽ ഇങ്ങനെ സ്ട്രെച്ചിങ് ആവുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ലപോലെ കൈ നന്നായിട്ട് ഇങ്ങനെ സൈഡിലേക്ക് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ ഫസ്റ്റ് കാണിക്കുന്നത് വളരെ ഒരു ചെറിയ രീതിയിലാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ ബാലൻസൊക്കെ വന്ന് കുറേ നമ്മൾ ചെയ്ത ഒരു പ്രാക്ടീസ് ആയിക്കഴിഞ്ഞാൽ നമുക്കിതിനേക്കാട്ടിലും നല്ല രീതിയിൽ നന്നായിട്ട് കാല് ഉയർത്തി കൊടുക്കുക, പുറകിലേക്ക് കൊടുക്കുക, നന്നായിട്ട് കൈ സൈഡിലേക്ക് കൊടുക്കാനൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇപ്പോൾ കാണിക്കുന്നത് വളരെ ചെറിയ രീതിയിലാണ് കാണിക്കുന്നത്. ഇത് അത്രത്തോളം കാല് ഉയർത്തി അങ്ങനെയല്ല കാണിക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ വീഡിയോയുടെ കുറച്ച് പാർട്ട് കഴിയുമ്പോൾ ഞാനതങ്ങനെ കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ്. അപ്പോൾ 1 സൈഡ് എടുത്തിട്ട് ഇപ്പുറം എടുക്കുക. അപ്പോൾ നിങ്ങൾ 1 സൈഡ് 10 എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പുറം 10 തന്നെ എടുക്കുക. ഫസ്റ്റ് എപ്പോഴും ഒരു 20 നിർത്തുക കേട്ടോ. ഒന്ന് ഫസ്റ്റൊക്കെ ചെയ്യുമ്പോൾ കാലൊക്കെ നല്ല ഇതായിരിക്കും, കാലും കൈയൊക്കെ നമുക്ക് പൊക്കാം. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ കണക്ക് നമ്മളൊത്തിരി കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് നമ്മുടെ ശരീരം നല്ല രീതിയിൽ നല്ല ഷേപ്പാക്കി കൊണ്ടുനടക്കാൻ പറ്റും. വെറുതെ ഒന്നും നമുക്കങ്ങനെ ഷേപ്പ് തന്നെ ഉണ്ടാവില്ലല്ലോ. നമ്മൾ ഉള്ള ആ ഒരു കൊഴുപ്പിനെയൊക്കെ നമ്മളൊന്ന് കുറച്ച് ഒന്ന് ഷേപ്പാക്കി എടുക്കണമെങ്കിൽ നമ്മളൊത്തിരി കഷ്ടപ്പെടണം. അപ്പോൾ നമുക്ക് ഈ ഇതെടുക്കുമ്പോൾ നല്ല നമ്മുടെ പ്രത്യേകിച്ച് നമ്മളെ ഈ ബാക്ക് ഫാറ്റിൽ ഉണ്ടാകുന്ന ഈ സൈഡിലൊക്കെ ഉണ്ടാകുന്ന ഫാറ്റൊക്കെ നന്നായിട്ട് കുറയണം, നല്ല ഷേപ്പാകും കേട്ടോ പെട്ടെന്ന്. പക്ഷേ വയറെന്ന് പറയുമ്പോൾ നമ്മൾ അത്രത്തോളം പെട്ടെന്ന് ഇതാവുന്നതല്ല വയറ്. അതിന് നമ്മൾ ഒത്തിരി കഷ്ടപ്പെടണം. അത് ബാക്ക് ഫാറ്റ് സൈഡ് ഫാറ്റ് കുറയുന്ന കണക്കല്ല, വയറ് അതിന് ശേഷമൊക്കെ വയറ് കുറഞ്ഞു തുടങ്ങുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ വയറ് കുറയുന്നുണ്ടോ എന്നുള്ളിങ്ങനെ ആ ഒരു ഇത് മാത്രം കൊടുത്ത് നിങ്ങൾ കൊണ്ടുപോകണ്ട. അതിൻ്റെ സമയമാകുമ്പോൾ അതങ്ങ് കുറഞ്ഞോളും. ഇത് കണക്കാണ് ഞാൻ പറഞ്ഞത്. ഇതിനെ കാല് നന്നായിട്ട് മുകളിലേക്ക് ഉയർത്തി നന്നായിട്ട് പുറകിലേക്കും വെച്ച് കൊടുക്കുന്ന രീതിയുണ്ട് കേട്ടോ. ഇത് കണക്ക് അത് നമ്മൾ കുറച്ചുകൂടെയൊക്കെ ബാലൻസ് ഒന്ന് കുറച്ചുകൂടെ ഇതൊക്കെ ആക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പം ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പം ചെയ്യാം. അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മളൊന്ന് ചെറുതായിട്ട് ചെയ്ത് തുടങ്ങി പിന്നെ നമ്മളൊരു ബാലൻസൊക്കെ ഒന്ന് കാണും. നമ്മളിങ്ങനെ ഒരു കാല് പൊക്ക് അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണ് പറ്റുക വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എപ്പോഴും നമ്മളൊന്ന് ചെറിയ രീതിയിൽ ചെയ്ത് തുടങ്ങുക. പിന്നെ നമ്മൾ ഇതെല്ലാ ദിവസവും നിങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ട് മാറ്റം ഉണ്ടാവും കേട്ടോ. ബോഡി നല്ല ഫ്ലെക്സിബിൾ ആവും. അതും കൂടെ ഉണ്ട് കേട്ടോ. നമ്മളെ ബോഡി നല്ല ഫ്ലെക്സിബിൾ ആവും ഇതൊക്കെ ചെയ്യുമ്പോൾ. ഇനി അതിൻ്റെ ഒരു രണ്ടാമത്തെ തുറന്നു കേട്ടോ. അത് കൈ ഇതിനെ കോർത്ത് പിടിക്കുക. ഇതിനൊക്കെ സൈഡ് ചെരിഞ്ഞ് നിൽക്കുക കേട്ടോ. നേരെ നമ്മൾ നിന്നാൽ കുറച്ചിങ്ങനെ നേരെ കുറച്ചും ചെരിഞ്ഞിട്ട് ഇതിപ്പോൾ നന്നായിട്ട് സൈഡ് ചെരിഞ്ഞ് നിൽക്കുക. അതായത് എനിക്ക് കൈ ഉയർത്തി കാല് പുറകിലേക്ക് കൊടുത്തോണം. ഫസ്റ്റ് നിൽക്കാനുള്ളത് തന്നെ ഇങ്ങനെയാണ് കേട്ടോ. എന്നിട്ട് വേണം ഈ കൈ താക്കുമ്പോൾ അതായത് മുട്ടിലോട്ട് കൊണ്ട് ടച്ച് ചെയ്തിട്ട് പിന്നെ കാല് പുറകിലേക്ക് കൈ മുകളിലേക്ക്. ഇതും നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ഒരു ഇതായിരിക്കും, ബാലൻസ് കിട്ടുന്നുണ്ടല്ലോ. കാരണം കൈ പൊക്കുമ്പോൾ ചിലപ്പോൾ കാല് അങ്ങനെ ഒരു മാറ്റം വരും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ട് കൂടെയാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഫസ്റ്റ് മെല്ലെയാണ് ചെയ്യാൻ പറ്റുക വെച്ചാൽ മെല്ലെ തന്നെ ചെയ്ത് തുടങ്ങിക്കോളൂ. പിന്നെ അതിന് ശേഷം ഇതിപ്പോൾ ഞാൻ സ്പീഡിലിങ്ങനെ ഒരു ബാലൻസിലിങ്ങനെ ചെയ്തു പോകുന്നതാണ് കേട്ടോ. നമ്മളിങ്ങനെ ചെയ്ത് നമുക്കൊരു ഇതുള്ളതുകൊണ്ട് നമ്മളങ്ങ് ചെയ്തു പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും സ്പീഡിൽ കിടന്ന് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഇതിപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ വയർ നല്ല സ്ട്രെച്ചിങ് ആവും, നമ്മുടെ ബാക്കിലാണെങ്കിലും സൈഡാണെങ്കിലും പിന്നെ നമ്മുടെ കാലൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്നു. പിന്നെ നമ്മുടെ കൈയും ഇതെല്ലാം ഒരേ കണക്ക് വർക്കൗട്ട് ഫുൾ ബോഡിക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ ഇത്. കാരണം നമ്മുടെ സൈഡ് ഫാറ്റ് ആയിരുന്നാലും നമ്മുടെ വയറിനായിരുന്നാലും ഒക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗം കിട്ടുന്നതാണ് അതായത് കണക്ക് കേട്ടോ. അപ്പോൾ 2 വശവും ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കണക്ക് നല്ല വൃത്തിക്ക് കുറച്ച് എണ്ണം കുറച്ചാലും നല്ല പോലെ ചെയ്യാൻ ശ്രമിക്കുക. അത് നല്ല രീതിയിൽ ബോഡിക്ക് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഈ സ്ലോയിൽ ചെയ്താൽ മതി. നിങ്ങൾക്ക് അതിപ്പോൾ നമ്മൾ സ്പീഡിലൊക്കെ നമ്മൾ ചെയ്ത് കുറേ ആകുമ്പോൾ നമ്മളങ്ങ് ചെയ്തു പോകും. ഇതേ അപ്പോൾ ഇത് നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ കാല് പൊക്കുക, പിന്നെ നന്നായിട്ട് വലിച്ച് പുറകിലേക്ക് കാല് ഇത്രയും അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് മെല്ലെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബോഡി എഫക്റ്റ് ചെയ്യും. നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു സ്ലോയിൽ നിങ്ങൾ മെല്ലെ കാല് നന്നായിട്ട് പുറകിൽ വയ്ക്കുമ്പോൾ നമ്മുടെ ഈ ഇടുപ്പിൻ്റെ ഭാഗമുണ്ട്, അരക്കെട്ടിൻ്റെ ഭാഗമൊക്കെ വെച്ച് നന്നായിട്ട് ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ സ്ട്രെച്ചിങ് ആവും. അതപ്പോൾ നന്നായിട്ട് അറിയാൻ പറ്റും നിങ്ങൾക്ക്. അപ്പം നെക്സ്റ്റ് വരുന്നത്
നമ്മുടെ കൈ ഇതേ ഇങ്ങനെ ഒന്ന് ചെവിയുടെ പുറകിലേക്ക് 2 വശത്തേക്കിട്ട് ഇങ്ങനെ വെക്കുക കേട്ടോ. എന്നിട്ട് കാല് ഇതേ പൊസിഷനിലൊന്ന് ഇത്ര വൈഡാക്കി വെക്കുക കേട്ടോ. എന്നിട്ട് എനിക്ക് ഇങ്ങനെ ചെരിഞ്ഞ് കൊടുക്കും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചെരിഞ്ഞുള്ളൊരു ശീലമില്ലാതാകുമ്പോൾ നമുക്കിങ്ങനെ അവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു വേദന പോലെയും നമുക്കിങ്ങനെ പറ്റില്ലല്ലോ ഇങ്ങനെ ഒന്ന് വളയാനായിട്ട് ഇങ്ങനെ തന്നെ ഇങ്ങനെ നമ്മൾ സപ്പോർട്ടില്ലാണ്ട്. അപ്പോൾ ആദ്യം കൊണ്ടുവന്ന പാടുള്ളൂ. ഇത് പാടാണ്, അതുകൊണ്ട് ചെയ്യേണ്ടെന്ന് വിചാരിക്കേണ്ട, നല്ല എഫക്റ്റുള്ളതാണ് കേട്ടോ അത്. അപ്പം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ കൈ ഇങ്ങനെ ഇങ്ങനെ ചുമ്മാ നാക്കണ്ട. അത് തുടക്കത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. എല്ലാം നമ്മളെല്ലാം ഫസ്റ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ എല്ലാം കുറച്ച് ചെയ്തിട്ട് പിന്നെ മെല്ലെ മെല്ലെ കുറച്ചുകൂടെ ഇങ്ങനെ താഴേക്ക് വളയാനായിട്ട് ശ്രമിക്കട്ടെ. ഫസ്റ്റ് തന്നെ വളയാൻ ശ്രമിച്ചിട്ട് ഉടക്ക് വീഴുക, വേദന ഉണ്ടാക്കിയൊന്നും വെക്കേണ്ട, കുറച്ച് ചെയ്തിട്ട് വയ്ക്കാം. പിന്നെ നമുക്ക് ഇരുന്നും ചെയ്യാട്ടോ. നിങ്ങൾ ബെഡിലൊക്കെ ഇരുന്നിട്ട് ഈ മുട്ടിങ്ങനെ നമ്മൾ വെറും നിലത്തിങ്ങനെ കുത്തി അധികം പ്രസ് ചെയ്തേക്കാം. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. നമ്മളെ മുട്ടിങ്ങനെ അധികം പ്രസ് ചെയ്ത് ഇങ്ങനെ വെറും തറയിൽ ഇങ്ങനെ കുത്താൻ പാടില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ ഇരുന്നിട്ട് നിവർന്നിരുന്നിട്ട് ഇത് കണക്ക് ചെയ്യണം കേട്ടോ. കാലിലേക്ക് ഇരുന്നിട്ടല്ല ചെയ്യുന്നത്, മുട്ടിൽ നിന്നിട്ടാണ് ചെയ്യുന്നത്. ഇത് കണക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ബെഡിലൊക്കെ ഇരുന്നിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അതല്ല നിന്നാണ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇത് കണക്ക് നന്നായിട്ട് ഇങ്ങനെ ചെരിഞ്ഞ് വരും. നമ്മളെ കൈ ഇത്രയും താഴേക്ക് വരും കണ്ടോ. അപ്പോൾ നമ്മളെ ബോഡി ശരിക്കും ഇങ്ങനെ വരും. അല്ലാണ്ട് നമ്മളിങ്ങനെ ഈ നടു മാത്രം ഇങ്ങനെ അനക്കുന്നതല്ല, നമ്മുടെ അത്രയും വളഞ്ഞിട്ടാണ് നമ്മുടെ കൈ ഇത്രയും വളഞ്ഞ് താഴേക്ക് വരുന്നത്. അപ്പോൾ ചാനൽ അതായിട്ട് കാണുന്നവർ സപ്പോർട്ട് ചെയ്ത് കൂടിക്കോളും. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, മെസ്സേജ് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു.